السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم يا حي يا قيوم برحمتك نستغيث، اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين ولا إلى أحد من خلقك. أما بعد، സഹോദരങ്ങളെ, സൂറത്തു അൽ ഹശറിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. يا أيها الذين آمنوا ഓ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സുൻ, ഓരോ നഫ്സും നോക്കട്ടെ, ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ, ആലോചിച്ചു കൊള്ളട്ടെ. മാ ഖദ്ദമത്, അതെന്താണ് മുൻകൂട്ടി ചെയ്തിട്ടുള്ളതെന്ന്, ലിഗദിൻ, നാളേക്ക് വേണ്ടി. ഓരോരുത്തരും നാളേക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു ഖബീറുൻ, അവൻ നന്നായി സൂക്ഷ്മമായി അറിയുന്നവനാണ്. ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇമാം ഇബ്ൻ കസീർ പറയുന്നു, അമറ ബിതഖ്വാഹു, അല്ലാഹു തഖ്വ കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു, അവനോടുള്ള തഖ്വ കൽപ്പിച്ചിരിക്കുന്നു. വഹുവ യശ്മലു ഫിഅല മാ ബിഹി അമർ വതർക മാ അൻഹു സജർ. തഖ്വ എന്നാൽ അല്ലാഹു കൽപ്പിച്ചത് ഉപേക്ഷിക്കലും അല്ലാഹു വിരോധിച്ചത് വെടിയലുമാണ്. അത് ഈ പറഞ്ഞതിൽ, തഖ്വ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും. വഖൗലുഹു തആല, അല്ലാഹു ഇപ്പറഞ്ഞത്, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും നാളേക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഐ ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. ഹാസിബു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യുക. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്, അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് മുമ്പ് സ്വയം നമ്മൾ നമ്മുടെ കണക്കെടുത്ത് നോക്കുക, എന്താണ് നമ്മുടെ അവസ്ഥയെന്ന്. വന്ദുറു, നിങ്ങൾ നോക്കൂ, മാദാ ഇദ്ദഖർതും ലിഅൻഫുസികും, എന്താണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ചതെന്ന്. മിനൽ അഅമാലി സ്സാലിഹ, സാലിഹായ അമലുകളിൽ എന്താണ് അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ്റെ വിചാരണയുടെ നാളിൽ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. അള്ളാഹുവിങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന, അവന് വേണ്ടി ഖാലിസായി, ഒരു കലർപ്പുമില്ലാതെ അവൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ച് ചെയ്ത എന്തുണ്ട് നമ്മുടെ കയ്യിൽ. ഓരോരുത്തരും അത് കണക്കുകൂട്ടി നോക്കുക. ലിയൗമി മആദിക്കും വഅർദിക്കും അലാ റബ്ബിക്കും, നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരുന്ന നാളിലേക്ക്, നിങ്ങളുടെ റബ്ബിൻ്റെ മുന്നിൽ നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ, അന്നേക്ക് വേണ്ടി, ആ ദിവസത്തിനു വേണ്ടി എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് അള്ളാഹു വീണ്ടും പറഞ്ഞത് തഅക്കീദുൻ സാനിൻ, രണ്ടാമതും അള്ളാഹു ഉറപ്പിച്ചു പറഞ്ഞതാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ പാലിക്കുക. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഐ എന്ന് പറഞ്ഞാൽ ഇഅ്ലമു, നിങ്ങൾ അറിയുക, അന്നഹു ആലിമുൻ ബിജമീഇ അഅമാലിക്കും വഅഹ്വാലിക്കും, നിങ്ങളുടെ ഏതേത് പ്രവർത്തനങ്ങളാകട്ടെ, നിങ്ങളുടെ ഏതേത് അവസ്ഥയാകട്ടെ, അള്ളാഹു അത് അറിയുന്നവനാണ്.
ലാ തഖ്ഫ അലൈഹി മിൻകും ഖാഫിയ, നിങ്ങളിൽ ഒരാളും നിങ്ങളിൽ ആരിൽ നിന്നും ഒന്നും അള്ളാഹുവിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. വലാ യഗീബു മിൻ ഉമൂരിക്കും ജലീലുൻ വലാ ഹഖീറുൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തെളിഞ്ഞതാകട്ടെ പരസ്യമായതാകട്ടെ ഹഖീറുൻ നിസാരവും അതുപോലെ വളരെ ചെറുതുമാകട്ടെ, വലുതോ ചെറുതോ ഏതാകട്ടെ, പരസ്യമോ രഹസ്യമോ ആകട്ടെ, അള്ളാഹുവിങ്കിൽ നിന്ന് അതൊന്നും കാണാതായി പോകുന്നില്ല. അവനെല്ലാം കാണുന്നവനാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. വലാ തകൂനൂ, നിങ്ങളായിത്തീരരുത്, കല്ലദീന ഒരു കൂട്ടരെ പോലെ, നസുല്ലാഹ അവർ അള്ളാഹുവിനെ മറന്നു കളഞ്ഞു, ഫഅൻസാഹും അൻഫുസഹും അള്ളാഹുവിനെ മറന്നാൽ അങ്ങനെ മറന്നതിന് അള്ളാഹു അവർക്ക് കൊടുത്തതെന്താണ്? ഫഅൻസാഹും, ഇപ്പോൾ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു, ഓർമ്മയില്ലാതാക്കി കളഞ്ഞു, അൻഫുസഹും അവരുടെ കാര്യം തന്നെ അള്ളാഹു അവർക്ക് ഓർമ്മയില്ലാതാക്കി കളഞ്ഞു. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, ഉലൈക അവർ, ഹും അവർ തന്നെയാണ്, അൽ ഫാസിഖൂൻ ഫാസിഖുകൾ, തെമ്മാടികൾ, അള്ളാഹുവിനെ അനുസരിക്കാതെ അവനെ ധിക്കരിച്ച ആളുകൾ. ഇമാം ഇബ്നു കസീർ പറയുന്നു, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹുവിനെ മറന്നു കളഞ്ഞ ഒരു കൂട്ടരെ പോലെ, എന്നിട്ട് അള്ളാഹു അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞ ഒരു കൂട്ടരെ പോലെ നിങ്ങൾ ആവരുതെന്ന് പറഞ്ഞാൽ, ഐ ലാ തൻസൗ ദിക്റല്ലാഹി തആല, അള്ളാഹുവിന്റെ ദിക്ർ അത് നിങ്ങൾ മറന്നുപോകരുത്, അള്ളാഹുവിനെ ഓർക്കാൻ നിങ്ങൾ മറന്നുപോകരുത്. അള്ളാഹുവിനെ ഓർക്കാൻ മറന്നാൽ ഫയുൻസീകുമുൽ അമല ലിമസാലിഹി അൻഫുസികും അല്ലതി തൻഫഉകും ഫീ മആദികും, അപ്പോൾ അള്ളാഹു മറപ്പിച്ചു കളയും അൽ അമല, പ്രവർത്തിക്കാൻ മറന്നവരാക്കി തീർത്തു കളയും നിങ്ങളെ, ചെയ്യാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുകയില്ല. ലിമസാലിഹി അൻഫുസികും, നിങ്ങൾക്ക് തന്നെ ഖൈറായ, നിങ്ങളുടെ ഖൈറിന് വേണ്ടി, നിങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങളെ ഓർമ്മയില്ലാത്തവരാക്കി അള്ളാഹു മാറ്റിക്കളയും. അല്ലതി തൻഫഉകും ഫീ മആദികും, നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ഉപകാരമുണ്ടാക്കുന്ന അമൽ ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുകയില്ല. ഫഇന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, കാരണം പ്രതിഫലം അത് ചെയ്ത പ്രവർത്തനത്തിൻ്റെ അതേ അവസ്ഥയിലായിരിക്കും, അതേ ജിൻസിലായിരിക്കും. അള്ളാഹുവിനെ മറന്നവനുള്ള അമൽ, അവനുള്ള പ്രതിഫലം എന്താണ്? അവന് സ്വന്തം മസ്ലഹത്ത് ആയ കാര്യം, സ്വന്തം മസ്ലഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവന് മറന്നുപോകും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഏതേത് ഖൈർ നമുക്ക് ഓർമ്മയുണ്ടാകണോ, റബ്ബിനെ നമ്മൾ ഓർക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം തന്നെ ഓർമ്മയുണ്ടാവുകയില്ല. നമുക്ക് ഖൈറായി ഭവിക്കുന്ന കാര്യങ്ങൾ അത് അള്ളാഹു മറപ്പിച്ചു കളയും. പിന്നെ ഷർറാണ് നമുക്കുണ്ടാവുക. നമ്മുടെ കാര്യങ്ങളേതും അള്ളാഹു കുടുക്കി കളയും. കണ്ണിന് മുന്നിൽ ദാരിദ്ര്യം അള്ളാഹു കൊണ്ടുവന്നു തരും. ഖൽബ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനോടുള്ള വ്യാധി കൊണ്ട് നിറക്കും. നസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവിനെ ഓർത്തവൻ, അവൻ്റെ ഖൽബിൽ ദുനിയാവ് വളരെ നിസാരമായിരിക്കും. ആഖിറത്തിനെ കുറിച്ചുള്ള ഓർമ്മ അവനുണ്ടാകും. അള്ളാഹു അവൻ്റെ ഐശ്വര്യം അവൻ്റെ കൺമുന്നിൽ കൊടുക്കും. ദുനിയാവാകട്ടെ സമൃദ്ധമായി അവന് വരികയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. അവരാകുന്നു ഫാസിഖുകൾ. ഫാസിഖുകൾ എന്നാൽ ഇബ്നു കസീർ പറയുന്നു അൽ ഖാരിജൂന അൻ താഅത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ താഅത്തിൽ നിന്ന് പുറത്തുപോയവർ, അള്ളാഹിനെ അനുസരിക്കാതെ പുറത്തേക്ക് കടന്നവർ. അൽ ഹാലികൂന യൗമൽ ഖിയാമത്തി അൽ ഖാസിറൂന യൗമ മആദിഹിം, ഖിയാമത്ത് നാളിൽ നശിച്ചവരവരാണ്. തിരിച്ചു പോകേണ്ടി വരുന്ന ആ നാളിൽ എല്ലാം നഷ്ടപ്പെട്ടവരവരാണ്. അള്ളാഹുവിനെ മറന്നു കളഞ്ഞവർ ഒരിക്കലും പാടില്ല. അള്ളാഹു അവനെ ധാരാളമായി ഓർക്കാനാണ് നമ്മോട് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. ഓ മുഅ്മിനുകളെ, അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അവനെ തസ്ബീഹ് ചെയ്യുക. അള്ളാഹുവിനെ
പരിശുദ്ധപ്പെടുത്തുക, അത് ഖൽബിൽ നിന്ന് നാവിലേക്ക് വരിക. അതിൻ്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ മറക്കാതിരിക്കുക. ഏറ്റവും വലിയ ദിക്ർ അത് നിസ്കാരമാണ്. വഅഖിമിസ് സലാത ലിദിക്രി, അള്ളാഹു പറഞ്ഞു വഅഖിമിസ് സലാത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി. മുനാഫിക്കുകളെ കുറിച്ച് റബ്ബ് പറഞ്ഞു ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. മുനാഫിക്കുകൾ അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു, യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. വൈദാ ഖാമു ഇലസ്സലാത്തി, അവർ നിസ്കാരത്തിന് വന്നു നിന്നാൽ ഖാമു കുസാല, മടിയന്മാരായിട്ടാണ് വന്നു നിൽക്കുക. യുറാഊന അന്നാസ, ജനങ്ങളെ കാണിക്കുന്നവരായിക്കൊണ്ട്, ആളെ കാണിക്കാൻ വേണ്ടിയാണ്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ, അള്ളാഹുവിനെ അവർ കുറച്ചല്ലാതെ ഓർക്കുകയില്ല. അള്ളാഹു അവരുടെ കാര്യം മറപ്പിച്ചു കളഞ്ഞു. നിസ്കാരം നന്നായവൻ്റെ എല്ലാം നന്നായി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ദിക്ർ അതാണ് ഏറ്റവും വലിയ അമൽ, ഏറ്റവും വലിയ അമൽ അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അലാ ഉനബ്ബിഉകും ബിഖൈരി അമാലികും വഅർഫഇഹാ ഫീ ദറജാതികും വഅസ്കാഹാ ഇൻദ മലീകികും വഖൈറിൻ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ് വഖൈറിൻ ലക്കും മിൻ അൻ തൽഖൂ അദുവക്കും ഫതദ്രിബൂ അനാഖഹു വയദ്രിബൂ അനാഖകും. നിങ്ങൾക്ക് ഞാൻ ഒരു ഖൈറായ അമൽ പഠിപ്പിച്ചു തരട്ടെ. നിങ്ങളുടെ പദവി അല്ലാഹുവിങ്കൽ മുകളിലേക്ക് ഉയർത്തുന്ന, നിങ്ങളുടെ അധികാരിയും രാജാവുമായ അള്ളാഹുവിൻ്റെ അരികിൽ നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായ സ്വർണവും വെള്ളിയും നിങ്ങൾക്ക് ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലതായ, യുദ്ധമുഖത്ത് ശത്രുവിനെ കണ്ടുമുട്ടുകയും നിങ്ങൾ അവരുടെ കഴുത്തുകൾ വെട്ടുകയും അവർ നിങ്ങളുടെ കഴുത്തുകൾ വെട്ടുകയും ചെയ്യുന്ന യുദ്ധത്തെക്കാൾ. സഹാബത്ത് ചോദിച്ചു ഏതാണ് നബി അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യലാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഏത് അമലും അള്ളാഹുവിൻ്റെ ദിക്ർ അതിലെത്രയാണോ കൂടുതലുള്ളത് അതിനനുസരിച്ചാണ് അതിൻ്റെ ഫضൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാഹ് അയ്യുസ്സായിമീന അഅ്ലമു അജ്റ, ഏത് നോമ്പുകാരനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്സറുഹും ലില്ലാഹി ദിക്റാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ആരാണോ അവരിൽ ഏറ്റവും നന്നായി റബ്ബിനെ ഓർത്ത് നോമ്പെടുത്തവരാരാണോ അവരാണ്. ഓരോ ഇബാദത്ത് ഇങ്ങനെ ചോദിച്ചു, എല്ലാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താ? അക്സറുഹും ലില്ലാഹി ദിക്റാ. അബൂബക്കറും ഉമറും ആ മജ്ലിസിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു ദഹബ ദാകിറൂന ബികുല്ലി അജ്ർ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവർ എല്ലാ പ്രതിഫലവും കൊണ്ടുപോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജൽ, അതെ അങ്ങനെ തന്നെയാണ്. ഒരു സഹാബി, അദ്ദേഹം സഹാബത്തിൽ സിഗാറുകളിൽപ്പെട്ട ചെറിയ സഹാബിയായിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് ഇന്ന ശറാഇഅ അൽ ഇസ്ലാമി ഖദ് കസുറത് അലൈ ഫഅൻബിഅനി ബിശൈഇൻ അതശബ്ബതു ബിഹി. അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങളും വിലക്കുകളും വിധികളുമെല്ലാം കുറേ ഉള്ളതായി തോന്നുന്നു, അത് പ്രയാസകരമായി തോന്നുന്നു. ഫഅൻബിഅനി ബിശൈഇൻ അതശബ്ബതു ബിഹി, അതുകൊണ്ട് അതെല്ലാം എനിക്ക് എളുപ്പമാകാൻ എന്നെ സഹായിക്കുന്ന ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നിന്റെ നാവ് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് പച്ച പിടിച്ചതായിരിക്കട്ടെ, അത് വരണ്ടു പോകാതിരിക്കുക. അള്ളാഹുവിൻ്റെ ദിക്ർ അത് ധാരാളമായി നിന്റെ നാവിലുണ്ടാവുക. ഞാൻ പറഞ്ഞതുപോലെ ദിക്ർ അത് ഖൽബിൽ നിന്ന് വന്നതായിരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. അതിൻ്റെ മഅന, അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലുണ്ടായിരിക്കണം. അപ്പോഴാണ് അതിന് അതിൻ്റെതായ ഫലമുണ്ടാവുക. ഇത്രയും മഹത്തരമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന കാര്യം. വദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദ അല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. ഒരുപാട് ഖൈറിൻ്റെ ഗുണങ്ങളുള്ള മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞ് ആ ദീർഘമായ ആയത്ത് അല്ലാഹു അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദ അല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അല്ലാഹുവിനെ ദിക്ർ ധാരാളമായി ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം വച്ചിരിക്കുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ലഖീതു ഇബ്രാഹീമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഉസിരിയ ബി ഫഖാല യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി السلام وأخبرهم أن الجنة طيبة التربة عذبة الماء وأنها قيعان وأن غراسها سبحان الله والحمد لله ولا إله إلا الله والله أكبر. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ ഇബ്രാഹിം നബിയെ കണ്ടു. എന്നോട് അവിടുന്ന് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി السلام, എൻ്റെ സലാം ഉമ്മത്തിനോട് പറയണം. അലൈഹി വഅലാ നബിയിനാ അസ്സലാത്തു വസ്സലാം. എന്നിട്ട് അവരെ അറിയിക്കണം, അഖ്ബിർഹും അന്നൽ ജന്നത തയ്യിബത്തു തുർബ, സ്വർഗമെന്നാൽ അതീവ നല്ല മണ്ണാണത്, വിശിഷ്ടമായ മണ്ണാണ് അവിടം. അദ്ബത്തുൽ മാഇ, അതിവിശിഷ്ടമായ ഏറെ നല്ല വെള്ളമാണ് അവിടുത്തെ വെള്ളം, ഏറ്റവും നല്ല പാനീയമാണ് അവിടെ ഉള്ളത്. വഅന്നഹാ ഖിആൻ, അവിടെ മുറ്റമുണ്ട്, അതൊരു മുറ്റമാണ്, അതൊരു പ്രദേശമാണ്, മരങ്ങൾ മുളക്കാത്ത പ്രദേശത്തിനാണ് ഖിആൻ എന്ന് പറയുക. അള്ളാഹു അങ്ങനെ അവിടെ ബാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ചില സ്ഥലങ്ങൾ. വഅന്ന ഗിറാസഹാ, അവിടെ മുളക്കുന്ന ചെടികൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെയായിരിക്കാം അതിൻ്റെ വ്യാഖ്യാനം. ഒരു മുഅ്മിൻ ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ അള്ളാഹു അതാ അവനു വേണ്ടി സ്വർഗത്തിൽ സവിശേഷമായ അതിവിശിഷ്ടമായ മരങ്ങൾ മുളപ്പിക്കുമെന്ന്. അള്ളാഹു ആർക്ക് വേണ്ടി മുളപ്പിച്ചോ ഇൻഷാ അള്ളാഹ് അവനവിടെ പ്രവേശിക്കുമെന്ന് ഉറപ്പാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ്. ഞാൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറയലാണ് സൂര്യൻ എന്തിൻ്റെ ഒക്കെ മുകളിൽ ഉദിച്ചിട്ടുണ്ടോ അതിനേക്കാളെല്ലാം എനിക്കിഷ്ടം. ഇത്രയും മഹത്തായ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത ഫലങ്ങളാണ് അള്ളാഹുവിൻ്റെ ദിക്റിനുള്ളത്. എമ്പാടും ശ്രേഷ്ഠതകളാണ് അവനെ ദിക്ർ ചെയ്യുക എന്നതിനുള്ളത്. കാരണം അതിലൂടെയാണ് ഒരാൾ നന്നാവുക. റബ്ബിനെ ഒരാൾക്ക് ഓർമ്മയുണ്ടാവുക എന്നതും റബ്ബിനെ ധിക്കരിക്കുക എന്നതും ഒരിക്കലും ഒരുമിച്ചുണ്ടാവുകയില്ല. ദിക്റും മഅസിയത്തും ഒരുമിച്ചുണ്ടാവില്ല, ഉറപ്പാണ്. ഒരുത്തൻ തെറ്റ് ചെയ്യുന്നോ അവൻ ആ സമയത്ത് റബ്ബിനെ മറന്നിട്ടായിരിക്കും, റബ്ബിനെ അവൻ ഓർമ്മ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ശൈത്താൻ എപ്പോഴും ശ്രമിക്കുക നമ്മെ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതാക്കി കളയാനാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് എന്ന് പറഞ്ഞ സൂറത്തു അന്നാസിലെ ആയത്ത്, അൽ ഖന്നാസ് എന്നവനെ വിശേഷിപ്പിച്ച ആയത്തിന്റെ തഫ്സീറിൽ സഹാബത്ത് പറഞ്ഞതുപോലെ അവനെന്താണ്, അശ്ശൈത്താനു ജാതിമുൻ ഫീ ഖൽബി ഇബ്നി ആദം, ശൈത്താൻ മനുഷ്യന്റെ കൽബിൽ ഇടം പിടിച്ചവനാണ്. വൈദാ ദക്കറ അല്ലാഹ ഖനസ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ അവൻ പിന്തിരിഞ്ഞു പോകും, പിൻവാങ്ങിപ്പോകും. വൈദാ ഗഫല വസ്വസ്, അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധയിലായാൽ അവൻ വസ്വാസം ഉണ്ടാക്കും. അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് എല്ലാ ഖൈറും നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹു പറഞ്ഞു, മുഅ്മിനുകൾ അവർ ഈമാനുള്ളവരും അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ഹൃദയം ശാന്തമാകുന്നവരുമാണ്. അലാ, അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് മാത്രമാണ് ഖൽബിന് തുമഅനീന, ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്. തത്മഇന്നുൽ ഖുലൂബ് ബിദിക്രില്ലാഹ് എന്നല്ല, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അത് ആദ്യം പറഞ്ഞ എന്തുകൊണ്ടാ? അപ്പൊ ഹസ്റിന്റെ അർത്ഥം കിട്ടി. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, ഇയ്യാക ഇപ്പുറത്ത് പറഞ്ഞപ്പോൾ എന്തായി? മാത്രം എന്ന അർത്ഥം കിട്ടിയതുപോലെ അള്ളാഹുവിൻ്റെ ദിക്ർ ഒന്നുകൊണ്ട് മാത്രമാണ് ഖൽബിന് ശാന്തി ലഭിക്കുന്നത്. അള്ളാഹു എന്ന പേര് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ അതാ ആത്മാർത്ഥമായി അത് വിളിക്കുന്നതോടെ എല്ലാ കെട്ടും അഴിഞ്ഞു പോകുന്നു, എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നു, എല്ലാ ഖൈറും അതിലൂടെയാണ്. റഹ്മാനായ റബ്ബിന്റെ പേര്, അവന്റെ പേരുകളിൽ ഏറ്റവും അഫ്ദലായ പേര് അള്ളാഹു എന്നവന്റെ പേരാണ്. ഖുൽ ഉദ്ഉ അല്ലാഹ ഔ ഉദ്ഉ റഹ്മാൻ അയ്യമ്മ തദ്ഉ
ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു എന്നോ റഹ്മാൻ എന്നോ നിങ്ങൾ വിളിച്ചോളൂ. ഏത് നിങ്ങൾ വിളിച്ചാലും അവനുള്ളതാണ് ഏറ്റവും നല്ല പേരുകൾ. അതുകൊണ്ട് റബ്ബിനെ ഓർക്കുക. അവനെ മറന്നവർ അവരാണ് ഫാസിഖുകളായ ആളുകൾ. അള്ളാഹു പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വല ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ലാ തുൽഹികും, നിങ്ങൾ അശ്രദ്ധരാക്കി കളയരുത്, അംവാലുകും, നിങ്ങളുടെ സമ്പത്തോ, വല ഔലാദുക്കും, നിങ്ങളുടെ മക്കളോ, അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, അവൻ ഓർക്കുന്നതിൽ നിന്ന്. വമൻ യഫ്അൽ ദാലിക, ആരാണോ അങ്ങനെ ചെയ്തത്, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവനാണ് നഷ്ടക്കാർ. കാരണം അവൻ റബ്ബിനെ മറന്നു. റബ്ബിനെ മറന്ന് ആരെ നീ പിടിച്ചിട്ടുണ്ടോ അത് നിനക്ക് അന ആയിരിക്കും. അത് നിനക്ക് ബുദ്ധിമുട്ടും പ്രയാസവുമാണ് ഉണ്ടാക്കുക. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിന്നെ തെറ്റിച്ച് കളഞ്ഞ കാര്യമെന്തോ, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞ, അള്ളാഹുവിന്റെ ഹുബ്ബ് അതിൽ നിന്ന് നിന്നെ തിരിച്ചു കളഞ്ഞ കാര്യമെന്തോ, അത് അവസാനം നിനക്ക് പ്രയാസമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അഹ്ബിബ് മാ ശിഅത ഫഇന്നക മുഫാരിഖു വഅമൽ മാ ശിഅത ഫഇന്നക മുലാഖീഹ്. നീ ഉദ്ദേശിക്കുന്നതിനെ നീ ഇഷ്ടപ്പെട്ടോളൂ. നീ വേണ്ടതിനെ ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള കൽപ്പനയല്ല. എന്തിനെ നീ ഇഷ്ടപ്പെട്ടാലും ഫഇന്നക മുഫാരിഖു, നീ അതിനെ പിരിയാനുള്ളവനാണ്. സംശയമില്ല, വിട്ടുപോകും. ഒന്നുകിൽ അത് വിട്ടുപോകും നമ്മെ, അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും. വഅമൽ മാ ശിഅത, നീ ഉദ്ദേശിക്കുന്നത് നീ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്തോളൂ എന്നല്ല അതിന്റെ അർത്ഥം. നീ എന്ത് ചെയ്താലും ഫഇന്നക മുലാഖീഹ്, നീ അത് കണ്ടുമുട്ടും, നീ അതിനെ കാണേണ്ടി വരും. അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? ഏറ്റവും നല്ലതിന് ഇഷ്ടപ്പെടും. ഒരിക്കലും ഹുബ്ബ് കൊണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് നമുക്ക് പ്രയാസം വരാത്തത് ആരോടുള്ള ഹുബ്ബാണ്? അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്. സുബ്ഹാനല്ലാഹ്. ബാക്കി എല്ലാ ഹുബ്ബും അവന് വേണ്ടി ആയാൽ ആ ഹുബ്ബ് ശരിയാണ്. അള്ളാഹുവിന് വേണ്ടി ആയാൽ ബാക്കി എല്ലാ ഹുബ്ബും ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം ഏറ്റവും അധികം അള്ളാഹുവിന്റെ പടപ്പുകളിൽ വെച്ച് നാം ഏറ്റവും സ്നേഹിക്കേണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയോടുള്ള മഹബ്ബത്ത് വരെ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മഹബ്ബത്താണത്. എന്നാൽ അള്ളാഹുവിനോടുള്ള മഹബ്ബത്തോ മറ്റൊരാൾക്കും വേണ്ടിയല്ല, അത് അവന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് മുഅ്മിൻ അവൻ റബ്ബിനോട് ചോദിക്കുന്നത്, اللهم إني أسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ഒരു ദുആയിലെ വാചകമാണ്, അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്, നിന്റെ മുഖത്തേക്ക് നോക്കിയുള്ള ലദ്ദ, ആ ആസ്വാദനം, നിന്റെ മുഖം നോക്കിയുള്ള ആ ആസ്വാദനം, നിന്റെ മുഖത്തേക്ക് നോക്കി ആസ്വദിക്കാനുള്ള മഹത്തായ തൗഫീഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആ ആഗ്രഹം അത് മുഅ്മിനിന് വേണം. വശൗഖ ഇലാ ലിഖായിക്, അല്ലാഹുവേ, നിന്നെ കാണാനുള്ള മനസ്സിന്റെ ആഗ്രഹം അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്നെ കാണാനുള്ള ഷൗഖ് അത് ഞാൻ ചോദിക്കുന്നു. അല്ലാഹു തരണം അത്. അതൊരുവന് വന്നു കിട്ടിയാൽ പിന്നെ അവന്റെ ജീവിതം ഖൈറായി. കാരണം അവൻ ജീവിക്കുന്ന എന്തിനാണ്? അവന്റെ റബ്ബിനെ കാണാനാണ്. ഏത് റബ്ബിനെയാണോ അവൻ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നത്, ആ റബ്ബിന് ഇഷ്ടമില്ലാത്തത് അവനെങ്ങനെ ചെയ്യും? അല്ലാഹുവേ, നിന്നെ കാണാനുള്ള ആഗ്രഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫീ ഗൈരി ദർറാഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ലത്തിൻ, പ്രയാസപ്പെടുത്തുന്ന ഒരു ബുദ്ധിമുട്ട് കാരണത്താലല്ല, വഴിപിഴപ്പിച്ച് കളയുന്ന ഒരു ഫിത്ന, ഒരു പരീക്ഷണം കാരണത്താലുമല്ല. എന്ന് പറഞ്ഞാൽ പരീക്ഷണമോ ബുദ്ധിമുട്ടോ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ മരണം ആഗ്രഹിക്കും. അങ്ങനെയല്ല. ഇതൊന്നുമില്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ ജീവിതം അള്ളാഹുവിനെ കാണാൻ, അവനെ കണ്ടുമുട്ടാനുള്ള മോഹം, അതുമായി ജീവിക്കാൻ അതിനുള്ള തൗഫീഖ് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ അംബിയ അവരങ്ങനെയായിരുന്നു. അവരാണ് ഏറ്റവും നന്നായി റബ്ബിനെ സ്നേഹിച്ചവർ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനുകൾ ഏറ്റവും കഠിനമായി സ്നേഹിക്കുന്നത് റബ്ബിനെയാണ്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഒരുവന്റെ ഖൽബിൽ നിറഞ്ഞോ ഖലാസ്, അവന്റെ ജീവിതം നന്നായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരുവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. 3 കാര്യങ്ങൾ ആരിലുണ്ട്? അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു.
ഒന്നാമത് പറഞ്ഞെന്താ? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും അവന്റെ റസൂലും അവന് മറ്റുള്ള എല്ലാവരെക്കാളും പ്രിയപ്പെട്ടവരായിരിക്കുക, എല്ലാവരെക്കാളും. വയുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. രണ്ടാമത് അവൻ ഒരുവനെ സ്നേഹിക്കുക, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് അവൻ സ്നേഹിക്കുന്നത്. അപ്പോൾ എല്ലാവരുള്ള സ്നേഹവും അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെതിരിൽ ആരെയും അവൻ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയില്ല. റബ്ബിന്റെ ഖളബ് വാങ്ങി ഒരാളുടെ കയ്യടിയും ഒരാളുടെ ഇഷ്ടവും അവന് വേണ്ട. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പദവിയാണത്, എത്ര ഉന്നതമായ ഈമാനിന്റെ അവസ്ഥയാണത്. നസ്അലുല്ലാഹ തൗഫീഖ്. മൂന്നാമത്തേത് വയക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻ കമാ യക്റഹു അൻ യുഖദഫ ഫിന്നാർ. അവൻ കുഫറിലേക്ക് തിരിച്ചു പോകുന്നതിനെ വെറുക്കുക. ചില റിവായത്തുകളിൽ അവൻ മുസ്ലിം ആയതിനു ശേഷം പിന്നീട് പഴയ ദീനിലേക്ക് തിരിച്ചു പോകുന്നതിനെ അവൻ വെറുക്കുക. അവൻ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുണ്ടോ അതുപോലെ, നരകത്തിലേക്ക് വീഴുന്നത്, തീയിലേക്ക് വീഴുന്നത് അവൻ എത്ര വെറുക്കുന്നോ, എത്ര അവൻ ഇഷ്ടപ്പെടുന്നില്ലയോ അത്രയും അവൻ കുഫറിനെ വെറുക്കുക, അതിലേക്ക് തിരിച്ചു പോകുന്നതിനെ അവൻ വെറുക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായവൻ ഈമാനിന്റെ ഹലാവത്ത് ലഭിച്ചിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖുത്ബ, ഒരു പ്രസംഗം ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ തഅലമൂന അന്നകും തഗ്ദൂന വതറൂഹൂന ലിഅജലിൻ മഅലൂം. നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ഈ രാവിലെയും വൈകുന്നേരവും എല്ലാം സഞ്ചരിക്കുന്നത് ഒരു മഅലൂമായ അവധി വരേക്കാണ്, ഒരു അറിയപ്പെട്ട അവധി വരെ, ഉറപ്പാണ്, അതിനപ്പുറത്ത് കടക്കുകയില്ല. ആ സമയമായാൽ കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു. ഫമൻ ഇസ്തതാഅ അൻ യഖ്ദിയൽ അജല ഫഹുവ ഫീ അമലില്ലാഹി ഫലിയഫഅൽ. അല്ലാഹുവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിക്കൊണ്ട് തന്റെ ജീവിതം തീർക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ. വലൻ തനാലു ദാലിക ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ അല്ലാതെ സാധിക്കുകയില്ല. ഇന്ന ഖൗമൻ ജഅലു ആജാലഹും ലിഗൈരിഹിം. ചില ആളുകൾ, ചില വിഭാഗങ്ങൾ അവരുടെ ആയുസ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി നശിപ്പിച്ചു തീർത്തു. ഫനഹാകും അല്ലാഹു അൻ തകൂനു അംസാലഹും. അവരെപ്പോലെ ആകരുതെന്ന് അള്ളാഹു നിങ്ങളോട് വിലക്കിയിരിക്കുന്നു. വലാ തകൂനു കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും. അള്ളാഹുവിനെ മറന്നൊരു കൂട്ടർ പോലെ നിങ്ങൾ ആവരുത്. അപ്പോൾ അള്ളാഹു അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞു. ഐന മൻ തഅരിഫൂന മിൻ ഇഖ്വാനിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എവിടെ നിങ്ങൾക്കറിയുള്ള നിങ്ങളുടെ സഹോദരങ്ങൾ? സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ചുള്ള ചിന്ത അത് മഹത്തായ ഒരു ചിന്തയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കാണുന്ന നമ്മെക്കാൾ മുതിർന്ന ആളുകൾ, നമുക്ക് അള്ളാഹു ആയുസ് നൽകിയെങ്കിൽ ആ പ്രായത്തിൽ നമ്മളെത്താനുള്ളവരാണ്. നമ്മളിത് ഇന്ന് കാണുന്ന കുട്ടികൾ, അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. നമ്മൾ ആ പ്രായം എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല, ഇതാ ഈ പ്രായത്തിൽ പണ്ട് ഞാൻ വേറൊരാളെ കണ്ടിരുന്നല്ലോ, അന്ന് ഞാൻ ആ അവസ്ഥയിലെത്തുന്ന കാലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇതുപോലെയാണ് മരിച്ചു മണ്ണടഞ്ഞ ആളുകൾ. നമ്മെപ്പോലെ ചെറിയ പ്രായവും യൗവനവും ഒക്കെ കഴിഞ്ഞ് പോയവരാണ്. ഇനി എത്ര കാലമാണ് നമുക്കുള്ളത്? സുബ്ഹാനല്ലാഹ്, വളരെ കുറച്ചാണ്, യാതൊരു സംശയമില്ല. ഇവിടെ വേറെ ആളുകൾ വരാനിരിക്കുന്നു, വേറെ ആളുകൾ നമ്മൾ ചെയ്ത ജോലി ചെയ്യാനിരിക്കുന്നു, നമ്മൾ നടന്ന വഴിയിലൂടെ വേറെ ആളുകൾ നടക്കാനിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചിതായുസാണ് വെച്ചിട്ടുള്ളത്. ഏതുപോലെ നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ കഴിഞ്ഞതുപോലെ. അവിടെ നമ്മുടെ ഭക്ഷണം വേറെയായിരുന്നു, നമ്മുടെ അവസ്ഥ വേറെയായിരുന്നു, നമ്മുടെ ഉറക്കം വേറെയായിരുന്നു, നമ്മുടെ ശരീരം വേറെ രൂപത്തിലായിരുന്നു, എല്ലാം വേറെ. അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് നമ്മളിങ്ങ് വന്നു. ഇതാ ഇനി ചെല്ലാനുള്ള അടുത്തതാർ പരലോകം, അതിങ്ങനെ തന്നെയാണ്. അവിടെ എല്ലാം മാറി, വേറെ അവസ്ഥയാണത്, വേറെ രൂപത്തിലാണ് അവിടെ കാര്യങ്ങളെല്ലാം, എല്ലാം വേറെ രൂപത്തിൽ. ഇതാ ഈ ഉമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞ്, അതിനോടൊരാൾ സംസാരിച്ചു എന്ന് സങ്കല്പിച്ചു നോക്ക്. ഇതാ മോനെ അല്ലെങ്കിൽ മോളെ, കുറച്ച് കഴിഞ്ഞ് ഈ ഭൂമിയിലേക്ക് നിനക്ക് വരാനുണ്ട്,
അതിവിശാലമായ വിസ്തൃതമായ ഒരു ഭൂമി. ഇവിടെ ആകാശം കാണാം, ഭൂമി കാണാം, മരങ്ങളുണ്ട്, ഇവിടെ പൂക്കളുണ്ട്, പുഴകളുണ്ട്, കടലുണ്ട്, കുറേ മനുഷ്യരുണ്ട്. ഇവിടെ നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലെയല്ല, ഭക്ഷണം വേറെ രൂപത്തിലാണ്. ഇവിടെ വെള്ളം വേറെ രൂപത്തിലാണ്. ഇവിടെ വിസർജ്യം നീ ഇപ്പോൾ വയറ്റിൽ കഴിയുന്നത് പോലെയല്ല, വേറെ രൂപത്തിലാണ്. ഇങ്ങനെ ഇവിടെ വന്നാൽ ഇനി തിരിച്ചങ്ങോട്ട് പോക്കില്ല. തിരിച്ച് വയറ്റിലേക്ക് പോകാൻ പറ്റുമോ? എങ്ങനെയും പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സുബ്ഹാനല്ലാഹ്. ആ കുഞ്ഞ് ഒരു യുക്തിയില്ലാത്ത വാദിയായിരിക്കുമോ? പോയ ആരെങ്കിലും വന്ന് തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഒരിക്കലുമില്ല. ഇതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സമയത്ത് പടിപടിയായി നമ്മെ വളർത്തിക്കൊണ്ടുവന്ന് ഈ ദുനിയാവിലേക്ക് നമ്മെ കൊണ്ടുവന്ന റബ്ബ് ഇതാ അവൻ പറഞ്ഞിരിക്കുന്നു, ഇനിയൊരു ലോകം വരാനുണ്ട്, എല്ലാം വേറെയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വേഗം ചെല്ലൂ നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിസ്താരമുള്ള സ്വർഗത്തിലേക്ക്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിച്ചവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു. അത് അല്ലാഹുവിന്റെ വാക്കാണ്. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, ഖദിമു അലാ മാ ഖദിമു ഫി അയ്യാമിൻ സലഫഹും വഖലു ബിശഖ്വതി വസ്സആദ. അവർ പോയി അവരുടെ അമലുകളുമായി പോയി, അങ്ങനെ അവർ സൗഭാഗ്യമോ അല്ലെങ്കിൽ ദൗർഭാഗ്യമോ അവർ നേടിയിരിക്കുന്നു. وأين الجبارون الأولون الذين بنوا المدائن وحصنوها بالحوائط. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എവിടെയാണ് വലിയ വലിയ സ്വേച്ഛാധിപതികൾ ഈ ഭൂമി ഒന്നാകെ അടക്കി ഭരിക്കുകയും എന്നിട്ട് ബനൗ അൽ മദായിൻ വലിയ വലിയ പട്ടണങ്ങൾ പണിയുകയും, രാജാക്കന്മാരാകുമ്പോൾ വീടും അതുപോലെ മറ്റൊന്നല്ല പണിയും, വലിയ നഗരങ്ങൾ തന്നെ അവർ പണിയും. അതൊക്കെ പണിത വഹസ്സനുഹ ബിൽ ഹവായിത്ത്, വലിയ വലിയ കോട്ടകൾ, വലിയ വലിയ ചുമരുകൾ കൊണ്ട് അതൊക്കെ കോട്ട കണക്കെ ആക്കിയ കഴിഞ്ഞുപോയ രാജാക്കന്മാരെവിടെ? ഖദ് സാറു തഹ്ത അസ്സഖരി വൽ ആബാർ, അവരതാ കല്ലുകൾക്കും കിണറുകൾക്കും അടിയിലായിരിക്കുന്നു. അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞ പലരുണ്ട്. അല്ലാതെ മരിച്ചവരാകട്ടെ എല്ലാവരും ഇവിടെ ഉള്ളത് ഭൂമിയുടെ അടിയിലാണ്, കല്ലുകൾക്കും കിണറുകൾക്കും മണ്ണിനുമടിയിൽ. ഹാദാ കിതാബുല്ലാഹ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ അള്ളാഹുവിന്റെ കിതാബ്, ലാ തഫ്ന അജായിബുഹു, അതിന്റെ അത്ഭുതം തീരുകയില്ല. അള്ളാഹുവിന്റെ കിതാബിന്റെ പ്രത്യേകത എന്താ? അത്ഭുതം തീരുകയില്ല. ഇന്നെടുത്ത് അള്ളാഹുവിന്റെ കിതാബ് വായിച്ചു നോക്കിയാൽ ഇതുവരെ തോന്നാത്ത ഒരു മഅന നിനക്കതിൽ കാണാം. ശരിയായ മഅന തന്നെ. സഹാബത്തിന് അങ്ങനെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആയത്തോതില്ലേ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ആയത്തോതി ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ എന്ന ആയത്തോതി. സഹാബത്ത് പറഞ്ഞെന്താ, ഞങ്ങൾക്ക് അത് ആദ്യമായി കേൾക്കുന്നത് പോലെ തോന്നി, ആദ്യമായി കേൾക്കുകയാണ് ആ ആയത്ത് എന്നതുപോലെ ഞങ്ങൾക്ക് തോന്നി. അത്ഭുതം അവസാനിക്കാത്തതാണ് അള്ളാഹുവിന്റെ കലാം. ഫസ്തദീഉ മിൻഹു ലിയൗമി ദുൽമ, ഇരുട്ടിന്റെ നാളിലേക്ക് വേണ്ടി ഈ കിതാബിൽ നിന്ന് നിങ്ങൾ വെളിച്ചം നേടിക്കോളൂ. വസ്തദീഉ ബിസനാഇഹി വബയാനിഹി, അള്ളാഹുവിന്റെ കിതാബിന്റെ വെളിച്ചവും അതിന്റെ വ്യക്തമായ വിശദീകരണവും അതിൽ നിന്ന് നിങ്ങൾ വെളിച്ചം ഉൾക്കൊള്ളൂ. ഇന്നല്ലാഹ തആല അസ്നാ അലാ സക്കരിയ വഅഹ്ല ബൈതിഹി ഫഖാൽ, അള്ളാഹു സക്കരിയ നബിയെയും സക്കരിയ നബിയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. അവർ നന്മയിൽ വേഗത്തിൽ മുന്നേറുന്നവരായിരുന്നു, പേടിയോടെയും ആഗ്രഹത്തോടെയും നമ്മോട് ദുആ ചെയ്തു വരുന്നവരായിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, നമ്മോട് ഖുശൂഉള്ള പേടിയുള്ള ആളുകളായിരുന്നു. ലാ ഖൈറ ഫീ ഖൗലിൻ ലാ യുറാദു ബിഹി വജ്ഹുല്ലാഹ്. സുബ്ഹാനല്ലാഹ്, എത്ര അർത്ഥസമ്പുഷ്ടമായ വാക്കുകളാണ്. ലാ ഖൈറ ഫീ ഖൗലിൻ ലാ യുറാദു ബിഹി വജ്ഹുല്ലാഹ്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാതെ പറഞ്ഞ ഒരു വാക്കിൽ പോലും യാതൊരു ഖൈറുമില്ല. അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ പറഞ്ഞൊരു വാക്ക് യാതൊരു വിലയും യാതൊരു ഖൈറും അതിലില്ല. എത്ര ഇഖ്ലാസ് ഉണ്ടായിരുന്നു അവർക്ക്, അവരുടെ വാക്കിലും പ്രവൃത്തിയിലും. അവരുടെ ഹർക്കാത്തും സകനാത്തും റബ്ബിനു വേണ്ടിയായിരുന്നു,
അവർ മിണ്ടാതിരുന്നത് അള്ളാഹ്ക്ക് വേണ്ടി, അവർ സംസാരിച്ചതും ചലിച്ചതും സഞ്ചരിച്ചതുമെല്ലാം അതും റബ്ബിനു വേണ്ടി. വലാ ഖൈറ ഫീ മാലിൻ ലാ യുൻഫഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടാത്ത സമ്പത്തിലും യാതൊരു ഖൈറുമില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം കൊടുത്ത അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു ഈ പറയുന്നത്. വലാ ഖൈറ ഫീ മൻ യഗ്ലിബു ജഹ്ലുഹു ഹിൽമഹു. സുബ്ഹാനല്ലാഹ്. വലാ ഖൈറ ഫീ മൻ, ഒരുവനിൽ യാതൊരു ഖൈറുമില്ല. എങ്ങനെയുള്ളവനാണ്? യഗ്ലിബു ജഹ്ലുഹു ഹിൽമഹു, അവൻ്റെ ജഹൽ, അവൻ്റെ വിവരക്കേട് അല്ലെങ്കിൽ അവിവേകം അവൻ്റെ ഹിൽമിനെ അതിജയിക്കുന്നു. ഹിൽം എന്താ? ബുദ്ധി എന്ന് അതിന് പറയാം. അതുപോലെ സഹനം, അത് രണ്ടും സമാനമായ അടുത്തടുത്ത് വരുന്ന വാക്കുകളാണ്. കാരണം പണ്ഡിതന്മാർ പറയുന്നത് ഒരാളുടെ ബുദ്ധിയുടെ ലക്ഷണമാണ് അയാൾക്ക് നല്ല സഹനം ഉണ്ടാകുക എന്നുള്ളത്. നമുക്കൊക്കെ പല സമയത്ത് അതില്ലാതെ പോകുന്ന എന്തുണ്ടാ? അക്കലിന് തകരാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ശരിയാകുന്നുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാകുന്നുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാക്കിയ കുഴപ്പമൊക്കെ വെറുതെ ആയിരുന്നു, പറഞ്ഞ വാക്കൊക്കെ യാതൊരു ആവശ്യമില്ല. ഈ സമാധാനം നമുക്ക് ആദ്യം കിട്ടാത്ത എന്തുകൊണ്ടാണ്? ഹിൽമിനെ ജഹൽ അതിജയിക്കുന്നു. അശജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹും അല്ലാഹ്, നിന്നിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് അശജ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ടെണ്ണം. അദ്ദേഹം ചോദിച്ചു എന്താണത്? അൽ ഹിൽമു വൽ അനാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിൽമും അനാത്തും. ഹിൽം എന്നാൽ ബുദ്ധി, അതുപോലെ സഹനം. വൽ അനാഹ്, അനാത്ത് എന്നാൽ മെല്ലെ പ്രതികരിക്കുക, എടുത്തിയാടാതിരിക്കുക. അള്ളാഹു ഈ മഹത്തായ രണ്ട് സ്വഭാവങ്ങൾ എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. ആമീൻ. اللهم ارزقنا الحلم والأناة. اللهم اهدنا لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عنا سيئها لا يصرف عنا سيئها إلا أنت. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശജിനോട് പറഞ്ഞു. ഇതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾക്ക് ഖൈറില്ല, അയാളുടെ ഹിൽമിനെ അയാളുടെ ജഹൽ അതിജയിക്കുന്നു, അയാളുടെ ബുദ്ധിയെ അയാളുടെ വിവരക്കേട് അല്ലെങ്കിൽ അയാളുടെ അവിവേകം അതിജയിക്കുന്നു, അയാളുടെ സഹനത്തെ അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിയെ. വലാ ഖൈറ ഫീമൻ യഖാഫു ഫില്ലാഹി ലൗമത ലായിമിൻ, ഒരുവനിൽ യാതൊരു ഖൈറുമില്ല. എങ്ങനെയുള്ളവനാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏതെങ്കിലും ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടുന്നവനിൽ യാതൊരു ഖൈറുമില്ല. ഇത്ര വലിയ വാക്കാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഈ ദീനിൽ നിന്ന് തെറിച്ചു പോവുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്താൽ അള്ളാഹു പകരം ഒരു കൂട്ടർ കൊണ്ടുവരും എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ ഖുർആനിൽ. യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവർ അള്ളാഹിനെ സ്നേഹിക്കുന്നു, അള്ളാഹു അവരെയും സ്നേഹിക്കുന്നു. കുഫാറുകളോട് ഇജ്ജത്തോടെയും മുഅ്മിനുകളോട് വിനയത്തോടെയും പെരുമാറുന്നവരാണവർ. അതുപോലെ വലാ യഖാഫൂന ലൗമത ലായിം, അവർ ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാത്തവരാണ് എന്ന് പറഞ്ഞ ആയത്തിനെ കുറിച്ച് പല മുഫസ്സിറുകളും വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ആരെക്കുറിച്ച് ഇറങ്ങിയതാണെന്ന് അറിയുമോ? അബൂബക്കറിനെയും കൂട്ടരെയും കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉണ്ടായ അവസ്ഥയിൽ ഈ ശക്തമായ നിലപാടുമായി നിന്നതാരാണ്? അബൂബക്കർ സിദ്ദീഖും അവിടുത്തെ കൂടെ ഉണ്ടായിരുന്നവരും. ഖിയാമത്ത് നാൾ വരെ ആ അവസ്ഥയിൽ ദീനിൽ നിന്ന് പലരും തെറ്റിപ്പോയാൽ യഥാർത്ഥ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഉള്ള വിശേഷണമാണിത്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ആ വിശേഷണങ്ങൾ അതിൽപ്പെട്ട ഒന്നാണിത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടുകയില്ല എന്നത്. അള്ളാഹുവിൻ്റെ ദീനാണ് ഏറ്റവും വലുത് അവർക്ക്. അള്ളാഹുവിൻ്റെ ദീനാണ് ഏറ്റവും വലുത്. അങ്ങനെയല്ലാത്തവരിൽ ഖൈറില്ല. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം. അടുത്ത ആയത്ത് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്നഹ് അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. ലാ യസ്തവി, ഒരുപോലെ ആവുകയില്ല, അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്നഹ്, നരകക്കാരും സ്വർഗ്ഗക്കാരും. അസ്ഹാബുൽ ജന്നതി, സ്വർഗ്ഗക്കാർ, ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. അത് നമുക്ക് മനസ്സിലാക്കാം. അസ്ഹാബുൻ നാർ അവരാരാണ്? ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ എന്നതിൻ്റെ മഫ്ഹൂമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇമാം ഇബ്നു കസീർ പറയുന്നു, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന, ഐ ലാ യസ്തവി ഹൗലാഇ വ ഹൗലാ, അഥവാ ഇവർ രണ്ടു കൂട്ടർ ഒരുപോലെ ആവുകയില്ല. ഫി ഹുക്മില്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ ഹുക്മിൽ, അള്ളാഹുവിൻ്റെ വിധിയിൽ ഇത് രണ്ടും ഒരുപോലെ ആവുകയില്ല. അംനജഅലുൽ, അള്ളാഹു പറഞ്ഞതുപോലെ, നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ നാം കുറ്റവാളികളെയും മുഅ്മിനുകളെയും
പരലോകത്ത് ഒരുപോലെ ആക്കുമെന്ന് ഇല്ല. അള്ളാഹു അവന്റെ കിതാബിൽ പല സ്ഥലങ്ങളിൽ നിഷേധിച്ചു പറഞ്ഞ കാര്യമാണത്. കമാ ഖാല തആല, ഇതാ ഞാൻ ഇബ്നു കസീർ എടുത്തു കൊടുക്കുന്നു സൂറത്തുൽ ജാസിയയിൽ ആയത്ത്, അം ഹസിബല്ലദീന ഇജ്തറഹു السيئات അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലു الصالحات സവാഅ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അവർ വിചാരിച്ചിരിക്കുകയാണോ അൻ നജഅലഹും നാം അവരാക്കുമെന്ന് കല്ലദീന ആമനു വഅമിലു الصالحات ഈമാനും സാലിഹായ പ്രവർത്തനങ്ങളും ചെയ്തവരെ പോലെ ആക്കുമെന്ന് കുറ്റവാളികൾ വിചാരിക്കുകയാണോ? സവാഅ മഹ്യാഹും വമമാതുഹും അവരുടെ ജീവിതവും മരണവും ഒരുപോലെ ആക്കുമെന്ന്. ദുനിയാവിൽ ചിലപ്പോൾ അവർ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പലതും ആസ്വദിച്ചിട്ടുണ്ടാകാം, ആഖിറത്തിൽ ഒരിക്കലും അങ്ങനെ ആവുകയില്ല. സാഅ മാ യഹ്കുമൂൻ. അവർ വിധിക്കുന്ന കാര്യം എത്ര മോശമാണ്, അവർ വിധിക്കുന്ന കാര്യം എത്ര മോശമാണ്, അവർ തീരുമാനിക്കുന്നത് എത്ര മോശമാണ്. അവർ വിചാരിക്കുന്നു പരലോകത്തെ എല്ലാവരും ഒരുപോലെയാണ്. അത് പരലോകത്തെ നിഷേധിക്കലാണ്. ഖിയാമത്ത് നാൾ ഉണ്ടായാൽ തന്നെ നമ്മൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞത് ഖിയാമത്തിനെ നിഷേധിക്കലാണ്. ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹു ഇതെല്ലാം കണ്ടും കേട്ടും എന്നിട്ട് അള്ളാഹു എല്ലാവരും ഒരുപോലെ ആക്കാനോ? ഒരിക്കലുമില്ല. അതുപോലെ അള്ളാഹു പറഞ്ഞു, വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ വല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വലൽ മുസീ ഖലീലൻ മാ തതദക്കറൂൻ. സൂറത്തു ഗാഫിറിലെ ആയത്താണ്. വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ, അന്ധനും കാഴ്ചയുള്ളവനും ഒരുപോലെ ആവുകയില്ല. വല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വലൽ മുസീ, ഈമാനും സൽപ്രവർത്തനങ്ങളും ഉള്ളവനും മുസീ ഇസാഅത്ത് പ്രവർത്തിക്കുന്നവനും തെറ്റുകൾ ചെയ്യുന്നവനും രണ്ടു കൂട്ടർ ഒരുപോലെ ആവുകയില്ല. ഖലീലൻ മാ തതദക്കറൂൻ, നിങ്ങൾ കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ. അതുപോലെ സൂറത്ത് സാദിൽ അല്ലാഹു പറഞ്ഞു, അം നജഅലുൽ ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അം നജഅൽ, നാം ആക്കി തീർക്കുമോ അല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത്, ഈമാനും സാലിഹായ അമലുകളും ചെയ്യുന്നവരെയും അവരാക്കി തീർക്കുമോ കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരെ പോലെ, കുഴപ്പക്കാരെയും നല്ല ആളുകളെയും നാം ഒരുപോലെ ആക്കുമോ? അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, തഖ്വയോടെ ജീവിച്ചവരെയും ഫാജിറുകളെയും വൃത്തികെട്ടവരെയും നാം ഒരുപോലെ ആക്കുമോ? ഒരിക്കലുമില്ല. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഅന്നാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ റഹിമഹുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരമാണ്. നല്ലവരവൻ ശിക്ഷിക്കുമെന്ന്, മോശക്കാരെ അവൻ വെറുതെ വിടുമെന്ന് ഇല്ല. മോശക്കാരെന്നാൽ നമ്മൾ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസപ്രകാരം ശിർക്കിലോ കുഫറിലോ ആയി മരിച്ചവരെല്ലാം ശാശ്വതരായി നരകത്തിലാണ്. നഊദു ബില്ലാഹി മിനന്നാർ. അതിന് താഴെയുള്ള തെറ്റുകൾ ചെയ്തവർ, അതിന് താഴെ ഉള്ള തെറ്റുകൾ ചെയ്തവർ അവർ മുസ്ലിങ്ങളാണ്. ശിർക്കോ കുഫറോ ചെയ്തിട്ട് മരിച്ചവരല്ല, അതിലായി മരിച്ചവരല്ല. പാപങ്ങൾ, തൗബ ചെയ്യാത്ത പാപങ്ങൾ, അതിലായി മരിച്ചവർ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ഇൻഷാ അഅദബ വ ഇൻഷാ ഗഫറ ലഹ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർ അവൻ പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും. പക്ഷേ ഇവരും സാലിഹായ അമലുകൾ ചെയ്തവർ ഒരുപോലെയല്ല, ഒരിക്കലും അള്ളാഹു ഒരുപോലെ ആക്കുകയില്ല. അള്ളാഹു ഖൈറിൻ്റെ ആളുകളെ ശിക്ഷിക്കുമെന്ന് അവനെക്കുറിച്ച് വിശ്വസിക്കൽ അവനെക്കുറിച്ചുള്ള മോശം വിചാരമാണ്. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ, അള്ളാഹു ലോകരോട് ദുൽമ ഉദ്ദേശിക്കുന്നില്ല, അവർ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് അവൻ ചെയ്യുക? ലോകരോട് അവൻ അതിക്രമം ചെയ്യുക എന്നത് അവൻ ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തളാലമു. ഞാൻ ദുൽമ, അതിക്രമം എനിക്ക് ഹറാമാക്കിയിരിക്കുന്നു, നിങ്ങൾക്കും ഞാനത് ഹറാമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ദുൽം, അതിക്രമം ചെയ്യരുത്. ഇബ്നു കസീർ പറയുന്നു, ഫീ ആയാത്തിൻ ഉഖർ ദാല്ലാത്തിൻ അലാ അന്ന അല്ലാഹ തആല യുക്രിമുൽ അബ്റാർ വയുഹീനുൽ ഫുജ്ജാർ. വേറെയും ഒരുപാട് ആയത്തുകളുണ്ട്, ആയത്തുകൾ തെളിയിക്കുന്നുണ്ട് അല്ലാഹു യുക്രിമുൽ അബ്റാർ, പുണ്യവാന്മാരെ, ബിറിന്റെ നന്മയുടെ ആളുകൾ അല്ലാഹു ആദരിക്കും. അല്ലാഹു ഒരുവൻ ആദരിച്ചാൽ പിന്നെ അവൻ അപമാനിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വയുഹീനുൽ ഫുജ്ജാർ,
ഫാജിറുകളെ, വൃത്തികെട്ടവരെ അവൻ അപമാനിക്കും. അള്ളാഹു ആരെങ്കിലും അപമാനിച്ചാലോ വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു ഒരുവൻ അപമാനിച്ചാൽ അവനെ ബഹുമാനിക്കാൻ ആരുമില്ല, ഒരാളുമില്ല. അവനോട് ആളുകൾ കാണിക്കുന്ന ബഹുമാനമാകട്ടെ അത് യഥാർത്ഥ ബഹുമാനമല്ല. പുറത്ത് വന്നിട്ട് ചീത്ത വിളിക്കുന്ന ബഹുമാനം, അതെന്ത് ബഹുമാനം? നമ്മളൊരാൾ ബഹുമാനിക്കുന്നു നമ്മുടെ ഷർറ് പേടിച്ചിട്ട്, നമ്മൾ അവനെ ദ്രോഹിച്ചളയും അല്ലെങ്കിൽ അവന് കൊടുക്കണ എന്തെങ്കിലും നിർത്തിക്കളയും എന്ന് പേടിച്ചിട്ട് നമ്മൾ ബഹുമാനിക്കുക. അപ്പുറത്ത് പോയ ഉള്ളിൽ നമ്മളെക്കുറിച്ച് യാതൊരു വിലയുമില്ല. സഹോദരങ്ങൾ, നമ്മൾ ബുദ്ധിയുള്ള ആരെങ്കിലും അങ്ങനെ ഒരു ബഹുമാനം ഇഷ്ടപ്പെടുമോ? എന്തിനാണ് നമുക്ക് അങ്ങനെ? അത് കിട്ടിയിട്ടെന്ത് കാര്യം? ഇല്ല. ഉള്ളറിഞ്ഞ സ്നേഹത്തോടെ, അതാണ് മുഅ്മിനുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ബുദ്ധ്, അവർക്ക് കൊടുക്കുന്ന കബൂൽ. അതാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ഈമാനും സാലിഹായ അമലും ചെയ്യുന്നവർക്ക് അല്ലാഹു ഒരു വുദ്, ഒരു സ്നേഹം ഏർപ്പെടുത്തി കൊടുക്കും. അത് നല്ല സ്നേഹമാണ്, നല്ല ആളുകളുടെ കൽബറിഞ്ഞുള്ള നല്ല സ്നേഹം. അവർക്ക് ഖൈർ വരണമെന്ന് ഇഷ്ടപ്പെടുന്ന, അവരില്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന യഥാർത്ഥ സ്നേഹം. അവർക്ക് പ്രയാസമുണ്ടാകുന്നത് സഹിക്കാൻ സാധിക്കാത്ത യഥാർത്ഥ സ്നേഹം. അതാണ് അല്ലാഹു മുഅ്മിനുകൾക്ക് കൊടുക്കുക. വലിഹാദാ ഖാല തആല ഹാഹുന. ഇതുകൊണ്ടാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത് അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗ്ഗക്കാർ അവർ തന്നെയാണ് വിജയികൾ. ഐ അന്നാജൂന അൽ മുസല്ലമൂന മിൻ അദാബില്ലാഹ്. അഥവാ രക്ഷപ്പെടുന്നവർ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതരായി സ്വർഗത്തിലെത്തുന്നവർ, അത് ഏൽക്കാതെ രക്ഷപ്പെടുന്നവർ, അവരാണ് വിജയികൾ. അള്ളാഹു പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടത്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. കാരണം പിന്നീട് മരണമില്ല, പിന്നെ സങ്കടമില്ല, പിന്നെ ദുഃഖങ്ങളില്ല, പിന്നെ വേദനയില്ല. എല്ലാ ഖൈറും അവിടെയാണ്. മനസ്സിൽ ആഗ്രഹമായി തോന്നുന്നതെല്ലാം ലഭിക്കുന്ന, കൺകുളിർമയുള്ളതെല്ലാം ലഭിക്കുന്ന ദാറുസ്സലാം, അത് സ്വർഗമാണ്. അവിടെ ഒരുവൻ എത്തിയവൻ രക്ഷപ്പെട്ടു. കാരണം പിന്നീട് പുറത്താക്കുകയില്ല, പിന്നീട് അവിടെ നിന്ന് ഒരാളും അപമാനിക്കപ്പെടുകയില്ല, പുറത്താക്കപ്പെടുകയില്ല. നസ്അലുല്ലാഹൽ ജന്നത വനഊദു ബിഹി മിനൻ നാർ. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.